ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ്. ഇന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടിയുണ്ട്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കാര്യം. അപ്പോൾ ഇന്ന് സോഫി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. മെയ് 14th ആണ്. അപ്പോൾ ഈവനിങ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങണ്ട ചേച്ചിക്ക്. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോണേ? അൽക്കുസ് മാളിലാണ് പോകുന്നത്. അൽക്കുസ് മാളിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. എൻ്റെ എമിറേറ്റ്സ് ഐഡിയുടെ കാര്യത്തിന് മെഡിക്കൽ ചെക്കപ്പിന് പോയിട്ടുള്ളതാണ് അൽക്കുസ് മാളിൽ. അപ്പോൾ എനിക്ക് അൽക്കുസ് മാൾ അറിയാം. അങ്ങനെ അൽക്കുസ് മാളിലെത്തി ഒരു ജ്വല്ലറി വാങ്ങാനായിട്ട് ഞങ്ങൾ അൽഹിന്ദ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി. അപ്പോൾ അവർ അവിടെ നല്ല സെലക്ഷനാണ്. നല്ല കളക്ഷൻ, ഇയറിങ്സിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല ക്യൂട്ട് ചെറിയ ഇയറിങ്സ്, സ്റ്റഡൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സുലൈമാനി കഴിച്ചു കേട്ടോ. അതാണ് ഫസ്റ്റ് കാണിച്ചത്. ഞങ്ങൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം അവരുടെ ഫ്ലാറ്റിലെത്തി. ബർത്ത്ഡേ ചെറിയൊരു ഡെക്കറേഷൻസൊക്കെ ചെയ്തു. ക്യൂട്ട് ആൻഡ് സിമ്പിൾ ഡെക്കറേഷൻ, ബലൂണൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ദിവസം കളിക്കുന്നതാണത്. അപ്പോൾ കേക്ക് നമ്മൾ ഇന്നാളത്തെ ഫ്രൂട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് അല്ലേ, അത്. അപ്പോൾ കേക്ക് കട്ടിങ് ആണിത്. കേക്ക് കട്ട് ചെയ്തു, ക്യാൻഡിൽസൊക്കെ ബ്ലോ ചെയ്ത് കേക്ക് കട്ടിങ് ആണ് കാണുന്നത്. അതിനുശേഷം കേക്ക് എല്ലാവർക്കും കൊടുത്തു ചേച്ചി. അങ്ങനെ ഞങ്ങൾ ഭംഗിയായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതെ, ഞാൻ കേക്ക് കഴിക്കണു. ആ ഫ്രൂട്ട്സൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. മാംഗോ, സ്ട്രോബെറി ഒക്കെ. എല്ലാവർക്കും കേക്ക് കൊടുത്തു. അതിന് ശേഷം കേക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. കട്ട് ചെയ്യുന്ന താമസം എല്ലാവരും കേക്ക് എടുത്ത് കഴിക്കണ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. വേഗം കേക്ക് തീർന്നു പോകുന്നുണ്ട്. ഇത് ടൈം ലാപ്സ് ഇട്ടതാണ്. അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു ചെറുതായിട്ട്. അവിടെ പാട്ട് വെച്ച് നല്ലൊരു പാട്ടായിരുന്നു അത്. ഇതാ പുതിയൊരു തെലുങ്ക് സോങ്ങാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ്ങാണ്. അപ്പോൾ എല്ലാവരും അതിൽ ഒന്ന് ഡാൻസ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ചേട്ടനൊക്കെ ഇരിക്കാൻ വരണില്ല. ഏത് ദിവസമൊക്കെ നല്ല ഡാൻസാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ചേച്ചി ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി. ഫുഡ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയാം. ബിരിയാണി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ അടിപൊളി പോർക്ക് കറി ഉണ്ടായിരുന്നു. ചേട്ടൻ കിട്ടുന്നതാണിത്. പിന്നെന്താ, ചിക്കൻ ഫ്രൈ, സാലഡൊക്കെ ഉണ്ടായിരുന്നു, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. നല്ല ദിവസമായിരുന്നു. അതിനുശേഷം സുബിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ടൈമായി. ഞങ്ങൾ അത് നേരെ എയർപോർട്ടിൽ പോയി. ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ഈ എയർപോർട്ടാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ പോയാൽ നമുക്കൊരു വേറെ തന്നെ ഒരു വൈബാണ്. ദുബായ് വൈബ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിലെ കൂടെ പോയി അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതിൽ നമ്മുടെ എയർപോർട്ടിൽ പോവാണ്. ടെർമിനൽ 3യിലാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ്. ടെർമിനൽ 3 ആണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. എയർപോർട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. കുറേ ആൾക്കാരിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒബ്സർവ് ചെയ്താൽ കാണാം. കുറച്ച് പേർക്ക് നാട്ടിൽ പോകുന്ന സന്തോഷം, ചിലർക്ക് വിഷമം, അങ്ങനെ പല പല ഇമോഷൻസുള്ള ഒരു സ്ഥലമാണ് എയർപോർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് നേരെ ഡിപ്പാർച്ചേഴ്സിൻ്റെ
ഏരിയയ്ക്ക് പോവാണ്. ലിഫ്റ്റിൽ പോയിട്ട് നേരെ അവിടെ എത്തും. അപ്പോൾ ഈ പോണ വഴിയാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ എമിറേറ്റ്സിൻ്റെ ആ പോസ്റ്ററൊക്കെ. അത് ഞാൻ വരുന്ന വഴി കാണിക്കാം. അത് നല്ല രസമാണ്. അതിനുശേഷം ഞങ്ങൾ സെൽഫ് ചെക്കിന് കയറി. പക്ഷെ അത് എന്തോ എറർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്തോ ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ തന്നെ സെൽഫ് ചെക്കിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാണ്. പാസ്പോർട്ട് സ്കാൻ ആവുണ്ടായില്ല. പക്ഷേ പിന്നെ ചെയ്തപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ബാഗേജൊക്കെ കയറിപ്പോയി. ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ അവൻ പോവാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഞാൻ അറിയാണ്ട് എടുത്തു പോയി. അപ്പോൾ അവർ പറഞ്ഞു എടുക്കരുത്. പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതേ കണ്ടോ, ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തു. ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ ടെർമിനൽ 3-ന്ന് ഞങ്ങൾ പാർക്ക് ചെയ്ത് കാർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നേരെ എയർപോർട്ട് ടണലിൽ കൂടെ നേരത്തെ കണ്ട ആ സ്ഥലത്ത് കൂടെ പോവാണ്. അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. എയർപോർട്ടിൽ വലിയ തിരക്കുണ്ടായില്ല, എന്നാലും ആളുകളുണ്ടായിരുന്നു. പാസഞ്ചേഴ്സൊക്കെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ബാങ്കിൽ പോകണം. അതിനുശേഷം വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.